ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ അവരുടെ അനിയത്തിയായി വന്ന് ജനിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത് പണ്ട്. ഇപ്പൊ നീ ഞങ്ങളുടെ അനിയത്തിയ അല്ലെ? അതിരെ അത് പിന്നെ പറയാനുണ്ടോ? ഇപ്പൊ അച്ഛന്റെ ചക്കര മോളും ഏട്ടന്മാരുടെ പുന്നാര പെങ്ങളും അല്ലേ? എന്റെ ലൈഫിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം ഞാൻ ഈ വീട്ടിൽ അനുഭവിക്കുന്നത്. ഇനി നിങ്ങളുടെ കല്യാണം, അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് നമ്മൾ എന്തായാലും പൊളിക്കും. ഇവരുടെ ആതിരാത്രിക്ക് വേണ്ടി നമ്മൾ ഇവിടെ ഒരു മണിയറ ഒരുക്കും. എന്താ ഉദ്ദേശി? അത് വേണ്ടേ? ഒന്ന് പോവാ പിള്ളേരെ, തമാശ അറിയാതെ. ആ അതെ, കാര്യം പറഞ്ഞ് നിൽക്കാതെ എല്ലാം വേഗം റെഡിയാക്കാൻ നോക്ക്. വാ. അപ്പൊ കോടതിയിൽ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതോ ഇനി നാളത്തെ കാര്യം എന്തെങ്കിലും അറിഞ്ഞോ? ഹലോ, ഇതാരാണ്? എന്തുണ്ട് വിശേഷം? സുഖാണോ? നിന്റെ പരിഹാസം അധികം വേണ്ട. നാളെയാണോടി എന്റെ ഭർത്താവിന്റെ ആ മറ്റവളുടെയും കല്യാണം. ഓ, അതറിഞ്ഞിട്ടാണോ ഇപ്പൊ ഈ വിളിക്കുന്നേ? ഞാൻ കരുതി ഇത് കോടതിയിലെ കൂടിക്കാഴ്ചയുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും. മര്യാദയ്ക്ക് ഞാൻ ചോദിച്ചതിന് മറുപടി പറയടി. നാളെയാണോ അവരുടെ കല്യാണം? ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്കെന്താ? വിളിക്കാത്ത കല്യാണത്തിന്റെ സർവാണി സദ്യക്ക് വരാനാണോ? വരനും വധുവും ബന്ധുക്കളും എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഏറ്റവും ഒടുവിലാണ് സർവാണി സദ്യ. അപ്പോഴേക്കും എത്തിയാ മതി കേട്ടോ. നീയും ആ തന്തയും പിന്നെ പഴയ കാമുകിയെ കെട്ടാൻ മുട്ടി നിൽക്കുന്ന എന്റെ ഭർത്താവും ഉണ്ടല്ലോ, എല്ലാവരും കൂടി ചേർന്ന് എന്നെ ഒരു സംഹാര രുദ്രയാക്കരുത്. ആ കല്യാണം നടക്കില്ല, നടത്തിക്കില്ല ഞാൻ. അതിന് നിങ്ങളുടെ സമ്മതമൊന്നും ആവശ്യമില്ല. ക്ഷേത്രത്തിലെ തിരുമേനി മാല എടുത്തു കൊടുക്കും. അത് പരസ്പരം മാലയിട്ട് വിവാഹം കഴിക്കും. അത്രേ ഉള്ളു ചടങ്ങ്. കുറച്ച് നേരത്തെ വന്നാ നിങ്ങൾക്കും വേണമെങ്കിൽ ആ ചടങ്ങ് കാണാട്ടോ. അത് കാണാൻ തന്നെയാ ഞാനും വരുന്നത്. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ എല്ലാവർക്കും നല്ല ബുദ്ധി ഉപദേശിക്കാൻ നിനക്ക് ഞാനൊരു അവസരം തരാം. ഞാൻ നെല്ലിശ്ശേരിയിലെ മൂത്ത മരുമകളായിരുന്നപ്പോഴും നീയായിരുന്നു നെല്ലിശ്ശേരിയിലെല്ലാം. നീ പറയുന്നതായിരുന്നു അവസാന വാക്ക്. ഇപ്പോഴും നീ പറഞ്ഞ അവിടെ എല്ലാവരും കേൾക്കും. അതുകൊണ്ട് പറയാ, അവളെ, ആ സന്ധ്യയെ ഇതിൽ നിന്നും പറഞ്ഞു മനസ്സിലാക്കി നീ പിന്മാറ്റണം. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും. നീയൊക്കെ ഉണ്ണാൻ പോകുന്ന സദ്യ എന്റെ ഭർത്താവിന് അയാളുടെ മറ്റവക്ക് കെട്ടിച്ചു കൊടുക്കുന്നതിന്റെ കല്യാണ സദ്യയല്ല, അവളുടെ 16 അടിയന്തരത്തിന്റെ സദ്യയായിരിക്കും. അതുണ്ണാൻ ഞാനും വരും. കൊള്ളാം. ഭാര്യമാരായാലേ ഇങ്ങനെ തന്നെ വേണം. എന്തായാലും നിങ്ങളൊന്ന് പരിശ്രമിച്ചു നോക്ക്. ദൈവമാണോ അതോ നിങ്ങളാണോ വലുതെന്ന് ഒന്ന് കാണാലോ. എന്റെ കാര്യത്തിൽ ഞാൻ തന്നെയാ വലുത്. ദൈവത്തിന് ഇവിടെ ഒരു റോളും ഇല്ല. എല്ലാത്തിനെയും കാണിച്ചു തരാൻ ഞാൻ.